ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ബങ്കിയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ഒരു കുട്ടി ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് വേണം ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ബീഫ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇത്രയും ഇട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇത് കുക്കഡ് ബീഫാണ് കേട്ടോ, നന്നായിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. ഉപ്പും കുരുമുളകും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഈ മസാലയിലേക്ക് ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് കൊറിയാണ്ടർ ലീവ്സും കൂടി കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 കപ്പ് മൈദ, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. സാധാരണ ഈ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. മാവ് നന്നായിട്ട് വിരവി നല്ലതുപോലെ സോഫ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യും പോലെ തന്നെ ഒരു ബോൾ പിടിച്ചിട്ട് മാവിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കാവുന്നതാണ്. ചപ്പാത്തി പോലെ തന്നെ ചെയ്തെടുത്താൽ മതിയേ. ചപ്പാത്തിയുടെ ഷേപ്പിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 4 കീറാൻ പോവുകയാണ്. നിങ്ങൾക്ക് 6 കീറാം, വേണമെങ്കിൽ 8 കീറിയെടുക്കാം. ഞാനിവിടെ ഓരോന്നും കുറച്ച് വലുതാക്കിയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കറക്റ്റ് ഷേപ്പ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം എടുക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിവിടെ പെട്ടെന്ന് കാര്യം കഴിയാൻ വേണ്ടിയിട്ടാണ് 4 തന്നെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഈ മസാല ഒരു സൈഡിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ മാത്രം മതി. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഷേപ്പിൽ മാത്രമേ ഉള്ളൂ. ഞാനിത് സൈഡൊക്കെ പിടിച്ചൊന്ന് ഒട്ടിക്കാറുണ്ട് കേട്ടോ സാധാരണ. ഇങ്ങനെ ആക്കി എടുത്തിട്ട് ട്രഡീഷണൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് ഇത് ഡയറക്റ്റായിട്ടൊന്ന് ഇങ്ങോട്ടും സോട്ട് ചെയ്തിട്ടാണ് ഇത് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ അത്രയ്ക്കൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ട് ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ബീഫ് ബങ്കി കഴിക്കുമ്പോൾ ഒരു മീറ്റ് റോളിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. ഏകദേശം ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഇത് 3-4 മിനിറ്റ് മാത്രം മതി ഓരോ സൈഡും കുക്കായി കിട്ടാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. സെർവ് ചെയ്യുന്ന സമയത്ത് മയണൈസോ അതല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി മാറ്റാം. അപ്പോൾ ഇത് ഇത്ര മാത്രമല്ല കേട്ടോ, എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ പൊട്ടിച്ച് നോക്കുമ്പോൾ അകത്ത് ലെയർ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.